ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനീസ് ടെക് ഫാക്ടറി. ഇന്ന് വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഞാൻ ചെയ്യുന്നത്. തമിഴ്നാട് സ്റ്റൈൽ മട്ടൻ കറിയുടെ അതേ ടേസ്റ്റിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഇത് ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും അപ്പത്തിനുമൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ സോയ ചങ്ക്സ് കൊണ്ടുള്ള ഒരു കറിയാണ്. അതിന് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് നോക്കാം. സോയ ചങ്ക്സ് അല്ലെങ്കിൽ മീൽ മേക്കർ ഇത് 1 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. തിളച്ച വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച് സോഫ്റ്റാക്കുകയാണ് സാധാരണ എല്ലാവരും ചെയ്യാറുള്ളത്. വളരെ പെട്ടെന്ന് സോഫ്റ്റാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ടിപ്സ് ഉണ്ട്. ഇത് കുക്കറിൽ വെച്ച് ഒരേ ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. പിന്നെ വേണ്ടത് ജീരകം 1 ടീസ്പൂൺ, പെപ്പർ 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, സ്മോൾ ഒനിയൻ 1 കപ്പ്, ഇതിൽ ഏകദേശം ഒരു 20-25 എണ്ണം ഉണ്ടാകും, തക്കാളി സ്മോൾ സൈസ് 2 എണ്ണം, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പെരിഞ്ജീരകം, പട്ട, ഏലക്ക, ഗ്രാമ്പൂ എല്ലാ മസാലകളും ചേർത്തരച്ചുണ്ടാക്കിയ ഒരു പേസ്റ്റാണിത്, കറിവേപ്പില, മല്ലിയില, ഉപ്പ്, ഓയിൽ ഇതൊക്കെയാണ് നമുക്ക് ആവശ്യം. ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളിയും തക്കാളിയും നല്ലതുപോലെ പേസ്റ്റാക്കി എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആദ്യം നമുക്ക് ചെറിയ ഉള്ളി മിക്സി ജാറിലേക്ക് മാറ്റി നല്ലതുപോലെ പേസ്റ്റാക്കി എടുക്കാം. ചെറിയ ഉള്ളി നല്ലതുപോലെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തക്കാളിയും നല്ലതുപോലെ പേസ്റ്റാക്കി എടുക്കണം. തക്കാളിയും നല്ല ഫൈൻ പേസ്റ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിംഗ് ആരംഭിക്കാം. സ്റ്റൗ ഓണാക്കി കടായി വെച്ചിട്ടുണ്ട്. ചൂടായ കടായിയിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1 ടീസ്പൂൺ പെപ്പർ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ഇത് 1 നിമിഷം ചൂടാക്കിയെടുക്കണം. അതിനുശേഷം സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് 3ഉം ചേർത്ത് ഇതിൻ്റെ റോസ്മെൽ പോകുന്നത് വരെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഇതിൻ്റെ നിറം മാറാതിരിക്കാൻ സ്റ്റൗ ലോ ഫ്ലെയിമിൽ ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം നമ്മുടെ മസാല നിറം പോകാതെ തന്നെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മിക്സി ജാറിലിട്ട് നല്ല ഫൈൻ പൗഡറാക്കി എടുക്കാം. ഇനി നമുക്ക് സോയ ഒന്ന് സോഫ്റ്റാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കഴുകിയെടുത്ത സോയ കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോഫ്റ്റാക്കുന്ന സമയത്ത് തന്നെ ഉപ്പ് ചേർത്താൽ ഇതിലേക്ക് ഉപ്പെല്ലാം അബ്സോർബ് ആയിക്കൊള്ളും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയ ശേഷം അടച്ചു വെച്ച് ഒരേ ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 1 വിസിൽ വന്നു. എയർ പോകുമ്പോഴേക്കും നമുക്ക് ഗ്രേവിക്കുള്ളത് തയ്യാറാക്കിയെടുക്കാം. വീണ്ടും സ്റ്റൗ ഓണാക്കി കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 3 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായ ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൽ എല്ലാ മസാലകളും ചേർത്തതുകൊണ്ട് ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒനിയൻ പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സ്റ്റവ് ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. പകുതി വഴന്നു വരുമ്പോൾ നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിരുന്നത് കൊണ്ട് ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഗ്രേവിക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒനിയൻ ടൊമാറ്റോ പേസ്റ്റും ചേർന്ന് വഴന്നു വന്നപ്പോൾ ഈ പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കിയ പെപ്പർ, ജീരകം, മുളക് പൊടിയെല്ലാം ചേർത്ത് ചൂടാക്കി ഉണ്ടാക്കിയ മസാലപ്പൊടി ഉണ്ടല്ലോ, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ സോഫ്റ്റാക്കി വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് കൂടി ചേർക്കാം. മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് സോഫ്റ്റാക്കിയത് കൊണ്ട് നല്ല കളറൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ മസാലകളൊക്കെ സോയ ചങ്ക്സിലേക്ക് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം.
ഇതിപ്പോൾ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടി യോജിപ്പിച്ച ശേഷം ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. കറി നല്ലതുപോലെ തിളച്ച് ഗ്രേവിയെല്ലാം നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിലുള്ള മീൽ മേക്കർ കറി റെഡി. നമുക്കിനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇൻഗ്രീഡിയൻസ് എല്ലാം പേസ്റ്റാക്കി എടുക്കുന്നത് കൊണ്ട് വേഗം തന്നെ വഴന്നു കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്കിത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഫാറ്റ് വളരെ കുറവായിട്ടുള്ള സോയ ചങ്ക്സ് അഥവാ മീൽ മേക്കറിൽ ധാരാളം പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്സ്, കാൽസ്യം, അയൺ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, until then, see you in the next video.